എല്ലാവർക്കും നമസ്കാരം. ന്യൂസൺ PSCയുടെ ആദ്യത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലനത്തെക്കുറിച്ചാണ്. ചലനം എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ടോപ്പിക്ക് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ക്ലാസ് കേട്ടാൽ മതി, നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ ചലനം. എന്താണ് ചലനം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: ചുറ്റുപാടിനും സമയത്തിനും അനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ചലനം. ചുറ്റുപാടിനും സമയത്തിനും അനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് സമയം. കിട്ടിയോ? എളുപ്പമല്ലേ? ഓക്കെ, ഇനി ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാന്ന് ചോദിച്ചാൽ യാന്ത്രിക ബലം. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം. കിട്ടിയോ? ചലനവുമായി ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ്. നമുക്കിനി പറയാൻ പറ്റും ചലനം ആപേക്ഷികമാണ്. എന്താണ് ആപേക്ഷികം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. അതായത് നമുക്കൊരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ, ചലനത്തിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്നൊക്കെ പറയണ്ടെങ്കിൽ അതിന്റെ ചുറ്റുപാടിനെയും അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെയും ചേർത്തിട്ട് നമുക്ക് പറയാൻ പറ്റും. തൊട്ടടുത്തുള്ള വസ്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുവിനെയും താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നിങ്ങളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നു, നിങ്ങളെ ഡ്രൈവർ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം ഒരു 1 മീറ്റർ അകലത്തിലാണ് ഉള്ളത്. ഓട്ടോ കയറുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് സീറ്റിൽ ഇരുന്നു, ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഡ്രൈവറെ നോക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് ചലനം ഉണ്ടോ? നിങ്ങളും ഡ്രൈവറും തമ്മിലുള്ള അകലം കൂടുന്നുണ്ടോ? പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. ഓട്ടോ കയറിയ സമയം തൊട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒരേ സ്ഥലത്ത് തന്നെയല്ലേ ഉള്ളേ, പൊസിഷൻ മാറുന്നില്ലല്ലോ. അതേ സമയത്ത് നിങ്ങളെ രണ്ടുപേരും പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത്, ഒരു റോഡിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങളെ നോക്കുന്ന സമയത്ത്, ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിന്റെ പുറകിലിരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളെ ഡ്രൈവറെ നോക്കുന്ന സമയത്ത്, പുറത്തുനിന്നുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് ആ ഡ്രൈവർക്ക് ചലനം ഉണ്ടാവുന്നില്ലേ? ഓരോ സമയത്ത് ഓരോ പൊസിഷനിലുള്ള സമയത്തിനനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ടാവുമല്ലോ, ചലനം ഉണ്ടാവുമല്ലോ. നിങ്ങൾ നോക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് ചലനമില്ല, പുറത്തുനിന്നുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർക്ക് ചലനമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ചലനം ആപേക്ഷികമാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആ വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ വസ്തു ചലനാവസ്ഥയിലാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റഫറൻസ് ബോഡിയെ വെച്ച് നോക്കുന്ന സമയത്ത് ആ വസ്തുവിന് ചലനം ഇല്ലെങ്കിൽ, സ്ഥാനമാറ്റം ഇല്ലെങ്കിൽ നമുക്ക് പറയാം വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഒരു കസേര എടുത്ത് കൊണ്ടുവെക്കുന്നു. നിങ്ങൾ ആ കസേരയിൽ കയറിയിരിക്കുന്നു. കസേരയിൽ കയറി ഇരുന്ന ശേഷം നിങ്ങൾ കസേരയിൽ ഒരു ബലം പ്രയോഗിക്കുന്നു. കസേര തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. കാലൊന്നും നിലത്ത് കുത്താതെ ഇരുന്നുകൊണ്ട് കസേര തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തള്ളി നീക്കാൻ പറ്റുമോ? കസേരയിൽ ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് കസേരയിൽ പ്രയോഗിച്ച ബലം അറിയപ്പെടുന്നത് ആന്തരിക ബലം. ആന്തരിക ബലത്തിന് ചലനം ഉണ്ടാക്കാനുള്ള കഴിവില്ല. അത് ഓർമ്മിച്ചു വെക്കുക. അടുത്ത പോയിന്റ് ആണ്, ആന്തരിക ബലത്തിന് ചലനം ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഇനി നിങ്ങൾ കസേരയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ കസേര തള്ളുന്ന സമയത്ത് കസേരയ്ക്ക് ചലനം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രയോഗിച്ച ബലമാണ് ബാഹ്യബലം. ഓക്കെ, നിങ്ങൾ തള്ളുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരാൾ തള്ളിയാൽ, നിങ്ങൾ രണ്ടാളും ഒരേ ബലത്തിൽ തള്ളിയാൽ കസേരയ്ക്ക് ചലനം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായ ബലം എന്ത് വെച്ചാൽ സന്തുലിതമായ ബലമാണ്. സന്തുലിതമായ ബാഹ്യബലത്തിന് ചലനം ഉണ്ടാക്കാനുള്ള കഴിവില്ല. ആന്തരിക ബലത്തിനും സന്തുലിതമായ ബാഹ്യബലത്തിനും ചലനം ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഓർത്ത് വെക്കുക. ഇനി അവർ തള്ളുന്നതിനെക്കാട്ടി കൂടുതൽ ശക്തിയിൽ തള്ളിയാൽ നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊടുത്തു, അല്ലെ? നിങ്ങൾ കൂടുതൽ ബലം പ്രയോഗിച്ചു. അപ്പോൾ അവിടെ ഒരു ബാലൻസ് ഉണ്ടാവില്ല, ഫോഴ്സിന് ബാലൻസ് ഉണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളല്ലേ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ തള്ളുന്ന ഭാഗത്തേക്ക് കസേര ചലിക്കും, അല്ലെ? അപ്പൊ അവിടെ ഉണ്ടായ ബലമാണ് അസന്തുലിതമായ ബാഹ്യബലം. അസന്തുലിതമായ ബാഹ്യബലത്തിന് മാത്രമാണ് ചലനം ഉണ്ടാക്കാൻ സാധിക്കുക.
അസന്തുലിതമായ ബാഹ്യബലത്തിന് മാത്രമാണ് ചലനം ഉണ്ടാക്കാൻ സാധിക്കുക. ഈ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി അവിടെ തന്നെ അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഒരു വസ്തു നേർരേഖയിൽ ചലിച്ചു കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ആ വസ്തുവിന് ആ നേർരേഖയിലുള്ള ചലനം തുടരാൻ വേണ്ടിയിട്ട് അസന്തുലിതമായ ബാഹ്യബലത്തിന്റെ ആവശ്യം ഇല്ല. നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ആ വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനം തുടരാൻ അസന്തുലിതമായ ബാഹ്യബലത്തിന്റെ ആവശ്യം ഇല്ല. ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും വിവിധ തരം ചലനങ്ങൾ. അതിൽ തന്നെ ഒന്നാമത്തെ കാര്യം എന്താ നോക്കാം, നേർരേഖാ ചലനം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഈ മൂന്ന് പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നതാണ്. എന്താണ് നേർരേഖാ ചലനം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. നേർരേഖയിലുള്ള ചലനം, സ്ട്രെയിറ്റ് ലൈനിലുള്ള ചലനം, അതാണ് നേർരേഖാ ചലനം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച കുറെ എക്സാമ്പിൾ കിട്ടും. 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത് നേർരേഖയിലായിരിക്കും, നേരെ താഴെ വീഴുക അല്ലെ, അത് നേർരേഖയിലുള്ള ചലനമാണ്. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിഫ്റ്റ് അല്ലെങ്കിൽ താഴ്ന്നു വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിഫ്റ്റ്, അതിന്റെ ചലനവും നേർരേഖയിലായിരിക്കും. ഓക്കെ, 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾ ആലോചിച്ച് ഒരുപാട് എക്സാമ്പിൾ കിട്ടും, അതൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഇനിയുള്ളതാണ് പ്രൊജക്ടൈൽ മോഷൻ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ ചലനം. ഇത് നമുക്ക് +2 ലെവൽ എക്സാമിനുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. +1 സയൻസിലൊക്കെ +1 ഫിസിക്സിൽ പഠിക്കാനുള്ളതാണ് പ്രൊജക്ടൈൽ മോഷൻ. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. +2 ലെവലുള്ള എക്സാമിന് ഇത് കാര്യമായിട്ട് ചോദിക്കുന്നതാണ്. SSLC ലെവലുള്ള എക്സാമിന് ഇത് കാര്യമായിട്ട് ചോദിക്കില്ല. എന്നാൽ നമുക്ക് എന്താണ് നോക്കാം. പ്രൊജക്ടൈൽ മോഷൻ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ വക്രരേഖയിലുള്ള ചലനം, വളഞ്ഞ രേഖയിലുള്ള ചലനം. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഒരു കല്ലെടുത്ത് ദൂരത്തേക്ക് എറിയുന്ന സമയത്ത് എങ്ങനെയാ പോവുക കല്ല്? നമ്മൾ എറിയുന്ന സ്ഥലത്ത് നിന്നോട്ട് ഇങ്ങനെയല്ലേ പോവുക, ഒരു വക്രരേഖയിലല്ലേ പോവുക, വളഞ്ഞുകൊണ്ടല്ലേ പോവുക അല്ലെ? അതിനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം, പ്രൊജക്ടൈൽ ചലനം. അതിന് എക്സാമ്പിൾ ദൂരത്തേക്ക് എറിയുന്ന കല്ല്, അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചലനത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും വർത്തുള ചലനം അല്ലെങ്കിൽ ഘൂർണന ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. പേരിൽ തന്നെ ഉണ്ടല്ലോ, സർക്കുലാർ മോഷൻ എന്ന് പറയുന്ന സമയത്ത് സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലുള്ള മോഷൻ. ചലിക്കുന്ന വസ്തു വൃത്താകൃതിയിലാണ് ചലിക്കുന്നതെങ്കിൽ, ചലിക്കുന്ന വസ്തുവിന്റെ പാത വൃത്താകൃതിയിലാണെങ്കിൽ നമുക്ക് പറയാം ആ വസ്തു വർത്തുള ചലനത്തിലാണെന്ന് പറയാം, വർത്തുള ചലനം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. ഇനി എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് പറയാം, ഒരു കല്ല് കയർ കെട്ടിയിട്ട് കറക്കിയാല് ഉണ്ടാവുന്ന കല്ലിന്റെ മോഷൻ എന്താ? കല്ലിന്റെ ചലനം എന്തായിരിക്കും? വർത്തുള ചലനമായിരിക്കും അല്ലെ, വട്ടത്തിലുള്ള ചലനമായിരിക്കും, സർക്കുലർ മോഷൻ ആയിരിക്കും. പിന്നെന്താണ്? ജയന്റ് വീലിന്റെ ചലനം. പിന്നെന്താ പറയാ? ചക്കിന് ചുറ്റും കാളയുടെ ചലനം, പിന്നെ ക്ലോക്കിലെ സൂചിയുടെ ചലനം. ഒരുപാട് എക്സാമ്പിൾ പറയാം. ഫാനിന്റെ ചലനം ഒക്കെ പറയാം. ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും. കൂടുതൽ ഇതിലൊന്നും പറയാനില്ല. വർത്തുള ചലനത്തിന് കൂടുതൽ എക്സാമ്പിൾ ആലോചിച്ച് നോക്കാം. പിന്നെ അവിടെ ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. അതേപോലെ സൂര്യന് ചുറ്റും ഭൂമിയുടെ ചലനം വർത്തുള ചലനം അല്ല. സൂര്യന് ചുറ്റും ഭൂമി ചലിക്കുന്നത് വൃത്താകൃതിയിലല്ല, എലിപ്സിന്റെ ആകൃതിയിലാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ചലിക്കുന്നത്. ഓക്കെ, അത് ആലോചിച്ച് വെക്കുക. നെഗറ്റീവ് മാർക്കാകാൻ സാധ്യതയുള്ളതാണ്. സൂര്യന് ചുറ്റും ഭൂമിയുടെ പരിക്രമണം എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, വൃത്താകൃതിയിലല്ല, ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സമവർത്തുള ചലനം എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞ സർക്കുലർ മോഷൻ പഠിച്ചു. സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ വേഗം, സ്പീഡ് സ്ഥിരമാണെങ്കിൽ, മാറുന്നില്ലെങ്കിൽ, ഒരേ സ്പീഡിലാണ് വൃത്താകൃതിയിൽ മോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സമവർത്തുള ചലനം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന വൃത്തപാതയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സമവർത്തുള ചലനം. അതായത് ഒന്നുകൂടി പറയാം, തുല്യ സമയത്തിൽ വൃത്താകൃതിയിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു സമവർത്തുള ചലനത്തിലാണെന്ന് പറയാം, യൂണിഫോം സർക്കുലർ മോഷൻ. എക്സാമ്പിൾ പറയാൻ നമുക്ക് എന്ത് പറയാം? ക്ലോക്കിലെ സൂചിയുടെ ചലനം പറയാം അല്ലെ, ക്ലോക്കിലെ സൂചിയുടെ ചലനം പറയാം. അതേപോലെ ഫാനിന്റെ ചലനം വരും എപ്പോഴും ചോദിച്ചാൽ, ഫാൻ സ്വിച്ച് ഇട്ടു,
ഫാന് കറങ്ങാൻ തുടങ്ങി, ഫാനിന്റെ മാക്സിമം സ്പീഡ് എത്തി, പിന്നെ അതേ സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ അല്ലെ? ആ മാക്സിമം സ്പീഡ് എത്തിയ ശേഷം കറങ്ങുന്നത് സമവാർത്തുള്ള ചലനമാണ്. ഏതുവരെ? ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെയുള്ള സമയം. അതേപോലെ തന്നെയാണ് ജൈന്റ് വീലിന്റെ കേസും. ജൈന്റ് വീൽ കറങ്ങി തുടങ്ങി അതിന്റെ മാക്സിമം സ്പീഡ് എത്തി, പിന്നെ അതേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ സ്പീഡ് എത്തുന്ന വരെയുള്ള ചലനം സമവാർത്തുള്ള ചലനമല്ല. മാക്സിമം സ്പീഡ് എത്തി ആ സ്പീഡിൽ ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ളത് സമവാർത്തുള്ള ചലനമാണ്. ഓർത്തു വെക്കുക. ഇനിയുള്ളതാണ് ക്രമാവർത്തന ചലനം. ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്? പേര് തന്നെ ഉണ്ടാവും. ഒരു നിശ്ചിത സമയത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന മോഷനാണ്, ചലനമാണ് ക്രമാവർത്തന ചലനം. ക്രമമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനം. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാം? ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ ചലനം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനം ക്രമാവർത്തന ചലനമല്ലേ? സൂര്യന് ചുറ്റും ഭൂമിയുടെ ചലനം ക്രമാവർത്തന ചലനമല്ലേ? കൃത്യമായ ഇടവേളകൾ. ഇപ്പോ ഭൂമിയുടെ കേസ് പറയുകയാണെങ്കിൽ 365.1/4 ദിവസം കൊണ്ട്, 365 ദിവസവും 1/4 ദിവസവും കൊണ്ട് ഭ്രമണം പൂർത്തിയാക്കുന്നില്ലേ? അടുത്ത 365 ദിവസം കൊണ്ട് അടുത്ത ഭ്രമണം പൂർത്തിയാക്കുന്നില്ലേ? അങ്ങനെയല്ലേ? അതേപോലെ തന്നെ ചന്ദ്രന്റെ കേസ് ആണെങ്കിൽ 27 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിട്ട് വരുന്നില്ലേ? അടുത്ത 27 ദിവസം കൊണ്ട് അടുത്ത പ്രാവശ്യം ചുറ്റി വരുന്നില്ലേ? അപ്പോ ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ചലനം ക്രമാവർത്തന ചലനമാണ്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ ചലനം ക്രമാവർത്തന ചലനമാണ്. ക്ലോക്കിലെ സൂചിയുടെ ചലനം ക്രമാവർത്തന ചലനമാണ്. പിന്നെ സിമ്പിൾ അല്ല, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ക്രമാവർത്തന ചലനമാണ്. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി ആലോചിച്ച ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അത് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തുള്ളതാണ് ദോലനം. ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ഓസിലേഷൻ എന്നും പറയും. ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയും. എന്താണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് ചോദിച്ചാൽ, ഒരു ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് വസ്തുവിന്റെ മുന്നോട്ടും പുറകിലോട്ടുമുള്ള ചലനമാണ് ദോലനം. ഒരു ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് വസ്തുവിന്റെ മുന്നോട്ടും പുറകിലോട്ടുമുള്ള ചലനമാണ് ദോലനം. ഓക്കെ, ദോലനത്തിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഊഞ്ഞാലാടുന്നത് പറയാം. അതേപോലെ സിമ്പിൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് പറയാം. അതേപോലെ തന്നെ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് പറയാം. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ഒന്നാണ് കമ്പനം. കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. ഇംഗ്ലീഷിൽ വൈബ്രേഷൻ എന്ന് പറയും, മലയാളത്തിൽ കമ്പനം എന്ന് പറയും. എന്താണ് കമ്പനം എന്ന് ചോദിച്ചാൽ, ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. ഓക്കെ, ദ്രുതഗതിയിലുള്ള ദോലനം, അതായത് വളരെ സ്പീഡിലുള്ള ഓസിലേഷൻസ് ആണ് വൈബ്രേഷൻസ്. ഓക്കെ, ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് വൈബ്രേഷൻസ്? എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം, ചെണ്ടയുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത്, ചെണ്ടയുടെ ഡയഫ്രത്തിന്റെ ചലനം എന്താണ്? കമ്പന ചലനമാണ്. ആ കമ്പന ചലനം ദോലന ചലനം കൂടിയാണെന്ന് ഓർത്തു വെക്കണം. അതേപോലെ വീണയുടെ കമ്പി, അതേപോലെ ഗിറ്റാറിന്റെ കമ്പി, അതേപോലെ വേറെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ, ഇതൊക്കെ കമ്പനമാണ്. ഓർത്തു വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഭ്രമണം. എന്താണ് ഭ്രമണം എന്ന് ചോദിച്ചാൽ, ഒരു വസ്തു കറങ്ങുന്നു എന്ന് വിചാരിക്കുക. ആ വസ്തു കറങ്ങുന്നതിന്റെ അക്ഷം അല്ലെങ്കിൽ ആക്സിസ് ആ വസ്തുവിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് വിചാരിക്കുക. എന്നാൽ അങ്ങനെയുള്ള ചലനമാണ് ഭ്രമണം. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അല്ലെങ്കിൽ ആക്സിസ് ആ വസ്തുവിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത്തരത്തിലുള്ള ചലനത്തെ എന്ത് പറയും? ഭ്രമണം എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഭൂമിയുടെ ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നത് ഭ്രമണമാണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഡാറ്റയാണ്, മറ്റൊരു കാര്യമാണ് ഭൂമിയുടെ ഭ്രമണ വേഗത. ഭ്രമണ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത ചോദിച്ചാൽ 1670 km/h. 1670 km/h. യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്, സൂക്ഷിക്കണം. അതേപോലെ ഇത് SCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തത് എത്രയാണെന്ന് ചോദിച്ചാൽ, SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ 1677 km/h. രണ്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാനുള്ള ഒന്നാണ് പരിക്രമണം. നമ്മൾ പറഞ്ഞു, ഭ്രമണം പറഞ്ഞ സമയത്ത് പറഞ്ഞു കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെയാണെങ്കിൽ ഭ്രമണം എന്ന് പറഞ്ഞു അല്ലെ? അതേപോലെ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അല്ലെങ്കിൽ ആക്സിസ് വസ്തുവിന് പുറത്താണെങ്കിൽ അത് പരിക്രമണം. അതാണ് പരിക്രമണം. പരിക്രമണത്തിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ സൂര്യന് ചുറ്റും ഭൂമിയുടെ ചലനം. സൂര്യന് ചുറ്റും ഭൂമി
ഇവിടെ ചലനം എന്താണ്? പരിക്രമണമാണ്. അല്ലെങ്കിൽ സൂര്യനെ വലം വയ്ക്കുന്നത്, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് പരിക്രമണമാണ്. ആ ചലനത്തെ പരിക്രമണം എന്ന് പറയും. അപ്പൊ അവിടെയുള്ള ഒരു ചോദ്യമാണ്, ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? എത്ര വേഗത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് എന്ന് ചോദിച്ചാല് 1,06,000 കിലോമീറ്റർ പെർ അവർ. 1,06,000 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ്, പരിക്രമണത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞ മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ് ഫാനില്ലേ, ഫാനിന്റെ ദളങ്ങൾ എന്ന് പറയുമ്പോൾ ഫാനിന്റെ ലീഫിന്റെ ചലനം പരിക്രമണമാണ്. ഫാനിന്റെ ലീഫിന്റെ ചലനം പരിക്രമണമാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇന്ന് അധികമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, സമയം അളക്കുന്ന ശാസ്ത്രമാണ് ഹോറോളജി. അതേപോലെ തന്നെ ക്ലോക്ക് നിർമ്മാണ കലയാണ് ഹോറോളജി. ക്ലോക്ക് നിർമ്മാണ കല അറിയപ്പെടുന്ന ഹോറോളജി. സമയം അളക്കുന്ന ശാസ്ത്രം അറിയപ്പെടുന്നത് ഹോറോളജി. ഓക്കെ. അതേപോലെ തന്നെ അവിടെ തന്നെ ഒന്നുകൂടി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ, പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.